ഉപരാഷ്ട്രപതിയെ അയോഗ്യനാക്കാൻ അവിശ്വാസ പ്രമേയം വരുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഉപരാഷ്ട്രപതിയോട്, രാജ്യസഭാ അധ്യക്ഷനോട് ഇത്ര ദേഷ്യം? രാജ്യസഭാ അധ്യക്ഷൻ ഒരു അൺകോംപ്രമൈസിങ് ക്യാരക്ടറാണ്. ഇവരുടെ ഈ അലമ്പ് പരിപാടിയൊന്നും പുള്ളി അനുവദിക്കുന്നില്ല. അപ്പം അത് തുടക്കം മുതൽ അവർക്കുള്ള ഒരു കയ്പ്പാണ്. അത് തുടങ്ങുന്നത് അദ്ദേഹം ബംഗാൾ ഗവർണറായിരുന്നു. അവിടെ നിന്ന് മമതയുമായിട്ട് വലിയ ഉടക്കും വഴക്കുമൊക്കെ ആയിട്ടാണ് പുള്ളി രാജ്യസഭയിലേക്ക് വരുന്നത്. അപ്പോൾ മമതയുമായിട്ട് ഒറ്റയ്ക്ക് പോരടിച്ച് നിന്നൊരു മനുഷ്യന് രാജ്യസഭയിൽ അധ്യക്ഷ സ്ഥാനം കിട്ടുമ്പോൾ അദ്ദേഹം എത്ര സ്ട്രിക്റ്റ് ആയിരിക്കും, ഇവർക്ക് എന്തായിരിക്കും ഫ്രസ്ട്രേഷൻ എന്ന് ആലോചിച്ച് നോക്കുക. ആ ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറഞ്ഞ് അതിന് കുറച്ച് സമയം ചർച്ചയ്ക്കായിട്ട് നീക്കി വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് കുറേ ബഹളം വയ്ക്കുകയും ചീത്ത വയ്ക്കുകയും അദാനി ഗദാനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെയ്യുന്നുണ്ടല്ലോ അദാനിക്കെതിരെ. ഇതാകുമ്പോൾ അതിനു വേണ്ടി പ്രത്യേക സമയം വരും. ഇപ്പം സംഭവിക്കുന്നത് രാവിലെ ഇവർ വരും, ബഹളം വയ്ക്കും, ലോക്സഭയും രാജ്യസഭയും നിർത്തിവയ്ക്കും. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. മറ്റേത് നിർത്തിവയ്ക്കാൻ പറ്റില്ല. അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യാനായിട്ട് ഒരു ദിവസം വയ്ക്കേണ്ടി വരും, അര ദിവസമെങ്കിലും വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഉള്ള ചീത്തയെല്ലാം വിളിക്കാം അങ്ങേരെ. അതിനുള്ള ഒരവസരം. അതുപോലെ തന്നെയല്ലേ ലോക്സഭയിലും. ലോക്സഭാ സ്പീക്കറിനോട് ദേഷ്യമില്ലല്ലോ? ഉണ്ട്, ദേഷ്യമൊക്കെ ഉണ്ട്. അവിടെയും ചിലപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും, സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അതായത് നോർമൽ ബിസിനസ് നടക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഇപ്പം ഈ ചെയ്യുന്നത് വെറുതെ ബഹളം വയ്ക്കലാണ്. അപ്പോൾ ആ വെറുതെ ബഹളം വയ്ക്കലിൽ നിന്ന് മമത പിന്നോട്ട് പോയി, ഇടതുപക്ഷം പിന്നോട്ട് പോയി, SP പിന്നോട്ട് പോയി. അവർക്കാർക്കും ഇതിൽ താല്പര്യമില്ല. ഈ അർത്ഥശൂന്യമായ ബഹളം. ഒന്നാമത് അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. 60,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കർണാടകയിൽ തന്നെയുണ്ട്. അത് കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ ആ ഫാക്ടറിയും സംഗതിയൊക്കെ പൂട്ടണ്ടേ ഇവർ? അദാനിയെ ഇത്ര വെറുപ്പാണെങ്കിൽ അത് പറ്റില്ല. ഈ വ്യവസായമൊക്കെ കിട്ടുകയും വേണം, അതേസമയം അയാളെ ചീത്ത പറയുകയും വേണം. അയാളെ ചീത്ത പറയുന്നതിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസുമായിട്ട് അദാനിക്കൊരു പ്രശ്നമില്ല. ബട്ട് ഈ സോറോസ് ഗാങ്ങിൻ്റെ നിർദ്ദേശമനുസരിച്ച് തുള്ളാതിരിക്കാൻ കോൺഗ്രസ്സിന് പറ്റുന്നുമില്ല. അങ്ങനെയാണ് ഈ ബഹളം വരുന്നത്. ആദ്യം ഹിൻഡൻബർഗ് വെച്ചിട്ട് അദാനിയെ അറ്റാക്ക് ചെയ്തു, പിന്നെ OCCRP വെച്ച് അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെറുതെ 20,000 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ അറ്റാക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ വീണ്ടും OCCRP അറ്റാക്ക് വന്നിരിക്കുന്നു. ഇതനുസരിക്കാതിരിക്കാൻ കോൺഗ്രസ്സിന് പറ്റില്ല. കാരണം കോൺഗ്രസ് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ്. മറ്റ് കക്ഷികൾക്ക് ഇതിലെന്താ താല്പര്യം? അവർ പറഞ്ഞു ഞങ്ങളെന്തിനും നിങ്ങളുടെ കൂടെ തുള്ളുന്നത്, ഒരു കാര്യവുമില്ല. കൂടെ മറ്റ് കക്ഷികളില്ല എന്നറിഞ്ഞിട്ടും കോൺഗ്രസ് പിന്മാറുന്നില്ലല്ലോ. പിന്മാറാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ കരാർ ഇവരുമായിട്ടാണ്, ഡീപ് സ്റ്റേറ്റുമായിട്ടാണ്. കോൺഗ്രസ്സിന് അത് ചെയ്തേ പറ്റുള്ളൂ. പൈസയും കിട്ടുന്നുണ്ടാവും അല്ലേ? പിന്നെ പൈസ കിട്ടുന്നുണ്ട്, എല്ലാ സംവിധാനവും കിട്ടുന്നുണ്ട്. അവരുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴും വിചാരം 99 സീറ്റ് ഞങ്ങൾക്ക് കിട്ടി, ഇനി ഒരു സീറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവരുടെ രാഹുൽ ഗാന്ധിയുടെ ഉള്ളിൽ വന്നു. 99 സീറ്റുമായിട്ട് വന്ന രാഹുൽ ഗാന്ധി പിന്നെ എപ്പോഴും നേരത്തേക്ക് ഈ ജുബ കുർത്ത പൈജാമയിലാണ് രാഹുൽ ഗാന്ധി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടീഷർട്ടായി. മറ്റേതാ കുർത്തയുടെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറുത്ത് കയറ്റിയ അതായിരുന്നു പുള്ളിയുടെ സ്റ്റൈൽ. ഇപ്പോൾ ടീഷർട്ടും ഈ 6 പാക്ക് മസിലൊക്കെ കാണിച്ചുകൊണ്ടെങ്കിൽ ഒരു കോമ്പാറ്റീവ് അപ്പിയറൻസാണ് എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ. ഇതൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കുന്ന ശരീരഭാഷയാണ്. ഇങ്ങനെ വേണം നിങ്ങൾ പ്രത്യക്ഷപ്പെടാൻ, നിങ്ങൾ കൂവണം, കച്ചറ ഉണ്ടാക്കണം, ബഹളം വയ്ക്കണം, ഇതിനൊക്കെ ആ സ്ക്രിപ്റ്റ് ഉണ്ട്, അതനുസരിച്ച് അവർക്ക് പെരുമാറണം. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടിജിയോട് ഇങ്ങനെ ചോദിക്കണമെന്ന് കരുതിയിരുന്നതാണ്. നമ്മൾ രാജ്യസഭാ അധ്യക്ഷൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മളതിൻ്റെ കോർ ഇഷ്യൂയിലേക്ക് വന്നു. അതായത് ശരിക്കും ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, ഈ സോറോസ് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി തുള്ളുന്നത്. ഇപ്പോൾ ഈ ടീഷർട്ടിൻ്റെ കാര്യം, ഇതൊക്കെ അങ്ങനെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒക്കെ നടക്കും. ഇതൊക്കെ വെറും കഥയല്ലേ? വെറും കഥയാണ് എന്ന് വിചാരിച്ചവർക്ക് അതല്ല എന്ന് അമേരിക്ക തന്നെ ഇന്നലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ പ്രസ്താവന വന്നു. അവർ പറഞ്ഞത് ഇന്ത്യ ഇങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചത് നിരാശപ്പെടുത്തി, ഡിസപ്പോയിൻറ്റിങ് എന്ന വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തെറ്റാണെന്നല്ല, അവർക്ക് നിരാശ തോന്നി. ഉള്ളത് പറഞ്ഞപ്പോൾ അതെ. എന്നിട്ട് അവർ പറഞ്ഞു
ഞങ്ങൾ ഇത്തരം ആളുകളെ ഫൈനാൻസ് ചെയ്യാറുണ്ട്. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാറുണ്ട്. അത് നാട്ടിൽ ഡെമോക്രസി നിലനിർത്താനും ആ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ നാട്ടിലെ ഭരണകൂടങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ അമേരിക്കക്കാരാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു. ആകെ ഇതേ ഉള്ളൂ, ഇന്ത്യ തുറന്ന് ഇത് പറഞ്ഞതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. ഒരു വിഷമം. ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ ഡൊണാൾഡ് ലൂ തുടങ്ങി ഇവരുടെ താഴത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, റെജീം ചേഞ്ചിൻ്റെ ഉസ്താദ്, അതിൻ്റെ ഫ്രണ്ട് റണ്ണർ ഡൊണാൾഡ് ലൂ ആണ്. ഡൊണാൾഡ് ലൂ അടക്കം ബാക്കിയുള്ളവരൊക്കെ ഇത് പറഞ്ഞു, ഇതിൽ തെറ്റെന്താണ്, ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, കാരണം ജനാധിപത്യം നിലനിൽക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ഉള്ള ആൾക്കാരാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ളവരാണ് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് കോൺഗ്രസ്സിന് കൊടുക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഞാനാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വരാൻ പോകുന്നില്ല. ബട്ട് യു സി അവിടെ ഇന്ത്യൻ സമയം വെളുപ്പിന് 3 മണിക്ക് അമേരിക്കയിൽ OCCRPയുടെ ലേഖനം പ്രത്യക്ഷപ്പെടും. 4 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് വരും. വെളുപ്പിനെ 4 മണിക്ക് ഏതായാലും രാഹുൽ ഗാന്ധി എണീറ്റിരുന്ന് ട്വീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ട്വീറ്റ് നേരത്തെ എഴുതി 4 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞു ഞാൻ IST 3 മണിക്ക് എൻ്റെ ലേഖനം വരും, 4 മണിക്ക് തൻ്റെ ട്വീറ്റ് ഷെഡ്യൂൾ ചെയ്തത്, ഇതാണ് ട്വീറ്റ്. അതാണ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. ലേഖനവും ട്വീറ്റും തയ്യാറാക്കുന്ന ഒരേ സെൻറ്റർ. അവർ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഈ ഗ്രേറ്റ തൻബർഗ് എന്ന് പറഞ്ഞിട്ട് അവരാണല്ലോ ഈ ടൂൾ കിറ്റ് ഫൈനലി അവർ ഓൺ ചെയ്തു, അതെ ഞാനാണത് ഉണ്ടാക്കുന്നത് എന്ന്. ഇതിനൊക്കെ അവർക്ക് പ്രത്യേക ആൾക്കാരുണ്ട്, അവരിത് ചെയ്യുന്നുമുണ്ട്. നമ്മളിത് അവർക്ക് അലവൻസ് കൊടുത്തിട്ട് അവരങ്ങനെയൊന്നും ചെയ്യില്ല. മോദി അയാൾ ഭയങ്കര, അയാളത് ചെയ്ത് കാണും. ഇതാണ് നമ്മുടെ മനസ്സ്. സായിപ്പ് മാന്യനാണ്, മര്യാദക്കാരനാണ്, അതിനൊരു കുഴപ്പവും ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തോന്നാൻ കാര്യം ഇതാണ്. ഇതും ഇതിലപ്പുറവും ചെയ്യുന്നവനാണ് സായിപ്പ്, പ്രത്യേകിച്ച് അമേരിക്കൻ സായിപ്പ്. പക്ഷേ അമേരിക്കയിൽ ഒരു റെജീം ചേഞ്ച് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഭരണമാറ്റം വരുന്നത് കൊണ്ട് ഈ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. വലിയ പ്രയാസമാണ്. കാരണം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ മെമ്പേഴ്സ് നോക്കും, അതിനെ ഫൈനാൻസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അമേരിക്കയിലെ ആയുധ കച്ചവടക്കാർ, വിമാന കമ്പനികൾ, ലോക്ഹീഡ്, ബോയിങ്, ഇതുപോലുള്ള ആൾക്കാർ, പ്ലസ് അമേരിക്കയിലെ ഫാർമ ലോബി. ഇവരെയൊക്കെ ട്രംപിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കാരണം ഇവരാണ് അമേരിക്കയ്ക്ക് സമ്പത്തുണ്ടാക്കുന്നവർ. യുദ്ധമില്ലാത്ത സ്ഥലത്ത് യുദ്ധമുണ്ടാക്കിയിട്ട് അവിടെ ആയുധം വിറ്റ് കാശ് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ബിസിനസ്സുകാരാണ്. അവർ തന്നെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെയും ചരട് വലിക്കുന്നവർ. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ മൊത്തം ഇല്ലാതെയാക്കാൻ ട്രംപിന് പറ്റില്ല. ട്രംപ് ആകെ പറയുന്നത് നിങ്ങൾ കാശുണ്ടാക്കിക്കോ, കാശ് അമേരിക്കയ്ക്ക് വേണം, പക്ഷേ അമേരിക്ക തീരെ ഈ പ്രശ്നത്തിലായി പോകുന്ന, എംബറാസ്മെൻ്റ് ആയി പോകുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അമേരിക്കയുടെ ചില പെർമനൻറ്റ് സുഹൃത്തുക്കളുണ്ട്, ടെമ്പററി ആയിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഈ കീലേരി അച്ചുവിനെ പോലെ റൂട്ടിൽ നിന്ന് സകലരെയും വരട്ടുന്ന പരിപാടിയുണ്ടല്ലോ, അത് ചെയ്യരുത്. ഇതാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് ഇല്ലാതെയൊന്നും ആവില്ല. ട്രംപിൻ്റെ ഇഷ്ടത്തിനൊത്ത് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ജഗദീപ് ധൻഖർ സഹായിക്കുന്നില്ല. അതാണോ ഇപ്പോൾ ഒരു പ്രശ്നം? അല്ല, ജഗദീപ് ധൻഖർക്ക് സഹായിക്കാൻ പറ്റില്ല. കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ജഗദീപ് ധൻഖർ രാജിവെക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ ജഗദീപ് ധൻഖർ ചെയ്യാൻ പറ്റും? അതിനെ ജഗദീപ് ധൻഖർ തന്നെ ഞാൻ സമ്മതിച്ചു, ഞാൻ തന്നെ രാജിവെച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജഗദീപ് ധൻഖറിന് അത് എതിർത്തേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ രാജ്യസഭയിൽ ഒരു ഫിഗർ വെച്ച് നോക്കുമ്പോൾ 245 സീറ്റിൽ 116 ടോട്ടൽ ഇപ്പോൾ ഉള്ളത്, മെമ്പർമാരുള്ളത്. 14 ഒഴിവാണ്. NDAക്ക് BJP മുന്നണിക്ക് 113 ഉണ്ട്, ഇന്ത്യ മുന്നണിക്ക് 85 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, അത് വോട്ടെടുപ്പിന് പോലും പോവില്ല. അത് അവർക്ക് കുറേ സമയം സംസാരിക്കാനായിട്ട് വേണം, പ്രസംഗിക്കാനായിട്ട് വേണം. അവരുടെ പ്രസംഗങ്ങൾ പത്രത്തിൽ, ചാനലിലൊക്കെ വരണം. ഈ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് ജഗദീപ് ധൻഖറെ മാറ്റി വേറൊരാളെ വയ്ക്കാം എന്നുള്ള ഉദ്ദേശമൊന്നും അവർക്കില്ല. അവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ യൂണിറ്റിയുമില്ല. മമത ഇപ്പോഴേ പരസ്യമായിട്ട് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അവർ. അവരുടെ ലോക്സഭയിൽ പ്രസംഗിച്ചത് എന്ത് നോൺസെൻസാണ് നടക്കുന്നത് അദാനിയെ പറ്റി ഇത്രയും ദിവസം.
ഞങ്ങളിതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. പുറത്ത് പ്രകടനം നടത്തി കോൺഗ്രസ്. ആ ഗാന്ധി പ്രതിമയുടെ അവിടെ, എൻ്റെ ദൈവം, ആ ഗാന്ധിയുടെ ഗതികേട് ആലോചിച്ചു. ഈ കോൺക്രീറ്റ് കൊണ്ട് മറ്റേ വെങ്കലം കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ പുള്ളി എണീറ്റ് ഓടിയാൽ ഇത് ഓടാൻ നിർവാഹമില്ല, ഇതിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയില്ല. പുള്ളി ആ വടിയും കുത്തി ഇങ്ങനെ നീക്കിയ ഈ മഹാഭാവത്തിൽ മൂകസാക്ഷിയായിട്ട്. ആ പ്രകടനത്തിൽ സമാജ്വാദി പാർട്ടി വന്നില്ല. വരാഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ വരുന്നില്ല എന്നവർ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, അവർ ജസ്റ്റ് ആബ്സെൻ്റായി. ഇതാണ് ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. അപ്പോൾ അവരുടെ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസംഗിക്കാനുള്ള ഒരു അവസരം ഇത്രേ ഉള്ളൂ. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിന്ന്, ട്രഷറി ബെഞ്ചിൽ നിന്ന് ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രതിരോധമല്ല, പ്രത്യാക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. സോറോസിൻ്റെ പേരും പറഞ്ഞല്ലേ? അത് ഇവിടെ ലോക്സഭയിൽ നിഷികാന്ത് ദുബെയും രാജ്യസഭയിലും മറ്റേ ഭീകരനുണ്ട്, സുധാംശു ത്രിവേദി. ഉയ്യോ, എന്താ മനുഷ്യൻ്റെ ആക്രമണം! അത് പ്രത്യാക്രമണത്തിനുള്ള സിഗ്നൽ മോദി കൊടുത്തതിന് ശേഷം അസാമാന്യമായ ബെലിജറൻസാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് തീർച്ചയായും. ഏതായാലും അവിശ്വാസ പ്രമേയം വരുമ്പോഴത്തേക്ക് കൂടുതൽ ഈ സോറോസ് ഗാങ്ങിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്താനൊരു അവസരം കൂടിയാണ് ഭരണപക്ഷത്തിനും. വേറൊന്നും സംഭവിക്കാൻ ചിലപ്പോൾ ഇവർ മുങ്ങിക്കളയും. അത് ശരിയാ, മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ മണിപ്പൂർ വന്നപ്പോൾ. ഏതായാലും വരട്ടെ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.